നമുക്കറിയാം 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വെനിസ്വേലൻ പ്രസിഡന്റ് മറുഡോയെ ട്രംപ് ഉത്തരവിട്ടുകൊണ്ട് അമേരിക്കൻ സൈന്യം വെനിസ്വേലയിലേക്ക് അധിനിവേശം നടത്തുകയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോരുകയും ചെയ്ത സംഭവം. ഈ തട്ടിക്കൊണ്ടുപോകുന്നതിന് ശേഷം വിജയകരമായി മറുഡോയെ പിടിച്ചുകൊണ്ടുവന്ന് ന്യൂയോർക്ക് കോടതിയിൽ ഇന്നലെ ഹാജരാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകൽ വളരെ വിജയകരമായതുകൊണ്ട് തന്നെ ലോകം ഇപ്പോൾ ഇറാനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം വെനിസ്വേലൻ മോഡൽ ഇറാനിൽ സംഭവിക്കുമോ എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഇറാൻ മിസൈൽ സംവിധാനം വികസിപ്പിക്കുവാനോ അതുപോലെ തന്നെ ആണവായുധം നിർമ്മിക്കുവാനോ ഞാനും ട്രംപും സമ്മതിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കോ റൂബിയോയും ഇസ്രയേലിലെ പ്രതിപക്ഷ നേതാവ് അടക്കം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് വെനിസ്വേലയിൽ നടക്കുന്നത് ഇറാൻ വീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. വെനിസ്വേലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇറാൻ അറിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ചോദിക്കുന്നത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഇറാനിൽ വളരെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ പ്രക്ഷോഭകരെ എങ്ങാനും അടിച്ചമർത്തി ഒതുക്കിക്കളയാമെന്ന് ഇറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഞങ്ങൾ ഇടപെടുന്നതിലേക്ക് വഴിയൊരുക്കുമെന്ന് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞയാഴ്ച പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2 ദിവസങ്ങൾക്ക് ശേഷം ട്രംപ് ഈ ഭീഷണി ആവർത്തിക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല, ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് ഇന്ത്യയെ അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ലോകത്തെ 6 രാജ്യങ്ങളെ ഇറാനെ അടക്കം ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഈ ഭീഷണി, അതായത് ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ ട്രംപ് ആകൃഷ്ടനാവുകയാണെങ്കിൽ അടുത്ത പദ്ധതി തീർച്ചയായും ഇറാനിലേക്കായിരിക്കുമെന്നാണ് അന്തർദേശീയ അനലിസ്റ്റുകൾ പറയുന്നത്. കാരണം ഇറാനെ ഓൾറെഡി ആക്രമിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്ലോറിഡയിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് ആഴ്ച തികയുന്നതിന് മുന്നേ ഇത്തരത്തിൽ വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോരുന്ന ഒരു പദ്ധതി അമേരിക്ക നടപ്പിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഈ പദ്ധതി വാഷിംഗ്ടണിന്റെ മുഴുവൻ ശത്രുക്കൾക്കും ഒരു പാഠമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ എല്ലാ കണ്ണുകളും ഇറാനിലേക്ക് എന്നുള്ളതാണ്. ഇനി ഇത്തരം വെനിസ്വേലൻ മോഡൽ ഇറാനിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് ലോകമാധ്യമങ്ങളുടെ ചോദ്യം. ലോകത്തെ എല്ലാ അനലിസ്റ്റുകളും ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇറാൻ എന്ന് പറയുന്നത് വെനിസ്വേലയേക്കാൾ അല്പം ശക്തി കൂടിയ ഒരു രാജ്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ വെനിസ്വേലയുമായി ഇറാന് കൃത്യമായ ബന്ധമുണ്ടായിരുന്നു. കാരണം വെനിസ്വേലയും അതുപോലെ തന്നെ ഇറാനും കൃത്യമായി അമേരിക്കൻ എതിർചേരിയിൽ വരുന്ന, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ്ടണിനെ അതിശക്തമായി എതിർക്കുന്ന 2 രാജ്യങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയുടെ എതിർചേരിയിലുള്ള ഒരു വലിയ വെനിസ്വേലയെ അട്ടിമറിക്കുവാനുള്ള പരിശ്രമമാണ് ട്രംപ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റും ഇസ്രയേലും ചേർന്നുകൊണ്ട്, നെതന്യാഹുവും ചേർന്നുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇറാനെ അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങൾ കാലങ്ങളായി നടന്നു വരുന്നതാണ്. ഒബാമ ഭരണകാലത്ത് ഇറാനുമായി ഒരു കരാറിലെത്തുകയും ആ കരാറ് ട്രംപിന്റെ ആദ്യകാലം തന്നെ, ട്രംപ് നിലവിൽ വന്നത് മുതൽ, പ്രസിഡന്റ് ആയത് മുതൽ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും തുടർന്ന് ഇസ്രയേലുമായി ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ജൂണിലാണ് നമുക്കറിയാം ഇറാനുമായി ഒരു 12 ദിവസത്തെ കൃത്യമായ യുദ്ധത്തിലേക്ക് ഇസ്രയേൽ നീളുന്നത്. ഇസ്രയേലിന്റെ ഒപ്പം പിന്നീട് അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനിലെ ആണവ പദ്ധതികളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ നിരവധി ഇറാനിയൻ സൈനികരായ കമാൻഡോകളെ വധിക്കുകയും അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണ ആണവായുധ ശാസ്ത്രജ്ഞന്മാരെ വധിക്കുകയും അങ്ങനെ നിരവധി സാധാരണക്കാരെയും വധിക്കുന്ന ഒരു 12 ദിവസത്തെ യുദ്ധത്തിന് ഇസ്രയേൽ നേതൃത്വം കൊടുത്തത്. പക്ഷേ അമേരിക്ക ഇറാനിലെ ആണവ പദ്ധതികളെയൊക്കെ നശിപ്പിക്കുവാനാണ് ബെന്യാമിൻ നെതന്യാഹുവും ട്രംപും പദ്ധതിയിട്ടതെങ്കിലും ഈ യുദ്ധത്തിൽ കൃത്യമായും ഒരു പരിധിവരെ ഇറാൻ അതിജീവിച്ചു എന്നുള്ളതാണ് അന്തർദേശീയ അനലിസ്റ്റുകളൊക്കെയും പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ
അന്ന് തന്നെ അമേരിക്കക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇസ്രയേൽ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇസ്രയേൽ വീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ ശക്തമായ തിരിച്ചടിയാണ് ഇറാനിൽ നിന്ന് ഇസ്രയേലിന് ലഭിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് വർഷിച്ചു വീണത് എന്നുള്ളതാണ്. ഒരുപാട് സാധാരണക്കാരെയും ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാന നഗരങ്ങളെയും അതുപോലെ തന്നെ കെട്ടിടങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും എന്തിലധികം ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ പോലും ഇറാൻ അന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. ഈ അമേരിക്ക ആക്രമിച്ചതിന് പകരമായി മേഖലയിലെ ഏറ്റവും വലിയ അമേരിക്കൻ ബേസ് ഖത്തറിലേക്ക് ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ പായിച്ച് അതിനും മറുപടി നൽകി എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസം തന്നെ ഇറാനിലെ പ്രക്ഷോഭകരെ എങ്ങാനും നേരിടാൻ ഖമനേയി മുതിർന്നു കഴിഞ്ഞാൽ, ഇറാൻ ഭരണകൂടം മുതിർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് ട്രംപ് പറയുമ്പോൾ തന്നെ വളരെ ശക്തമായ മറുപടിയാണ് ഖമനേയി നൽകിയത്. ഇറാനിലേക്കെങ്ങാനും അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ആ കൈ ഞങ്ങൾ വെട്ടും, ഒരു ശത്രുവിനെയും ഞങ്ങൾ വെച്ചേക്കില്ല എന്നായിരുന്നു ഖമനേയിയുടെ മറുപടി. പക്ഷേ ഈ വെനിസ്വേലൻ സംഭവത്തിന് ശേഷം ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിയൻ നേതാവ് ആയത്തുള്ള അലി ഖമേനി ഭയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, വളരെ കൃത്യമായി ബോധ്യമാവുന്നത് വെനീസ്വേലൻ പ്രസിഡന്റ് മറുഡോയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോകുന്നതിന് ശേഷം ആദ്യമായി പ്രതികരിച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇത് അന്തർദേശീയ നിയമങ്ങൾക്ക് എതിരാണെന്നും ഇത്തരത്തിലൊരു സംഭവം വെച്ചു പൊറപ്പിക്കാനാവില്ലെന്നും UN അംഗമായ ഒരു രാജ്യത്തെ ഇത്തരത്തിൽ കടന്നാക്രമണം നടത്തുന്നത് അന്താരാഷ്ട്ര നിയമ ലംഘനമാണെന്നും ഉടനെ തന്നെ ഇറാൻ പ്രതികരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഉടൻ തന്നെ ഒരു ഐക്യരാഷ്ട്രസഭ യോഗം വിളിച്ചു ചേർക്കണമെന്നും അതുപോലെ തന്നെ കൂടുതൽ UN ചാർട്ടേഡ് ക്രമത്തെ ഈ സംഭവം ബാധിക്കുമെന്നും ഇറാൻ അന്ന് തന്നെ പ്രതികരിച്ചു. അപ്പൊ അത്തരത്തിൽ വെനിസ്വേലയുമായി ഏറെ ബന്ധമുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ വെനിസ്വേലയിൽ ഇത്തരത്തിലൊരു ആക്രമണം അമേരിക്ക നടത്തിയപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഭയപ്പെടാതെ പ്രതികരിച്ച ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ സഖ്യരാജ്യങ്ങളും ഒക്കെ പലരും മിണ്ടാതിരിക്കുകയും ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും മറ്റുമൊക്കെ പറഞ്ഞ് തടി തപ്പുകയും ചെയ്ത സമയത്തായിരുന്നു വളരെ ധൈര്യത്തോടുകൂടെ പ്രതികരിക്കാൻ ഇറാൻ മുതിർന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഈ ഒരു സംഭവത്തിന് ശേഷം ആയത്തുള്ള അലി ഖമേനി ഒട്ടും ഭയപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വളരെ ശക്തമായ ഡയലോഗുകളുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിലെങ്ങാനും ഞങ്ങളെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ശത്രുവിനും ഞങ്ങൾ കീഴടങ്ങില്ലെന്നും ഞങ്ങൾ ശത്രുവിനെ മുട്ടുകുത്തിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, 79-ൽ ഒരു പറ്റം അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇറാൻ പിടിച്ചു വെക്കുകയും അമേരിക്കൻ കോൺസുലേറ്റ് ആക്രമിച്ച് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഇറാൻ ബന്ദികളാക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാവുന്നതാണ്. ആ ഒരു 79-ൽ ഈ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിലൊരു സ്ട്രൈക്ക്, ഒരു ഓപ്പറേഷൻ അമേരിക്കൻ സൈന്യം നടത്തിയെങ്കിലും കൃത്യമായും പരാജയപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാണം കെട്ട പരാജയം ഇറാനിൽ നടന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു എമർജൻസി സ്ട്രൈക്ക് നടത്തി ഇറാന്റെ ഭരണാധികാരിയെ വധിക്കുവാനോ ഇറാന്റെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോരുവാനോ അമേരിക്ക ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല എന്ന് തന്നെ വേണം പറയാൻ. അതുമാത്രവുമല്ല, ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതെങ്കിലും ഒരു നേതാവിനെ ഇല്ലാതാക്കിയത് കൊണ്ട് ഭരണ അട്ടിമറി നടത്താൻ ഇറാനിൽ കഴിയില്ലെന്നും ഇത്തരത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഉയർന്ന നേതാക്കളെയും വധിക്കുകയോ തട്ടിക്കൊണ്ടുപോകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഭരണം അട്ടിമറിക്കപ്പെടാതിരിക്കുവാനുള്ള പ്രത്യേക പ്ലാൻ തന്നെ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വെനിസ്വേലൻ പ്രസിഡന്റിനെ അമേരിക്ക പിടിച്ചുകൊണ്ടുവന്ന ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, വെനിസ്വേലൻ പ്രസിഡന്റിനെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു, ഇനി അമേരിക്കൻ ജസ്റ്റിസ് അദ്ദേഹം നേരിടും, വെനിസ്വേല ഞങ്ങൾ ഭരിക്കും എന്നുള്ളതാണ്. അവിടുത്തെ എണ്ണയും മറ്റ് സംഭവങ്ങളെല്ലാം ഞങ്ങൾ നിയന്ത്രിക്കും, അത് വിറ്റ് വെനിസ്വേലയിൽ ഞങ്ങൾ ഉപയോഗിക്കും എന്നൊക്കെ തരത്തിലുള്ള വളരെ വലിയ ഡയലോഗുകളായിരുന്നുവെങ്കിൽ അമേരിക്കയുടെ പദ്ധതി കൃത്യമായും
വെനിസ്വേലയിൽ പാളിയിരിക്കുന്നു എന്നാണ് തുടർന്ന ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമായത്. കാരണം അമേരിക്കയുടെ പദ്ധതി വെനിസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവിടെയുള്ള പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ അടുത്ത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയ ആ ഒരു സ്ത്രീയെ ഉടനടി തന്നെ പ്രസിഡന്റ് ആക്കുകയും എന്നതിന് ശേഷം അവളുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഭരിക്കാമെന്നായിരുന്നുവെങ്കിൽ വെനിസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുവന്ന് അടുത്ത നിമിഷം തന്നെ അവിടെയുള്ള വൈസ് പ്രസിഡന്റ് പ്രതികരിക്കുകയും അദ്ദേഹം താൽക്കാലിക പ്രസിഡന്റായി ചുമതല ഏൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നതിന് ശേഷം മറുഡോ തന്നെയാണ് ഞങ്ങളുടെ ഏക നേതാവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. അദ്ദേഹം വരുന്നതും കാത്ത് ഞങ്ങൾ ഇരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ വെനിസ്വേലയിൽ പോലും പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്നതിന് ശേഷവും ഭരണ അട്ടിമറി നടത്താൻ അമേരിക്കക്ക് കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ വെനിസ്വേലയേക്കാൾ എത്രയോ ശക്തിയുള്ള, വെനിസ്വേലയേക്കാൾ ഒരുപാട് പാരമ്പര്യമുള്ള ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ഒരു അട്ടിമറി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി പ്രയാസമുള്ള കാര്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു ആശയത്തിൽ, ഈ ഒരു സ്ട്രൈക്കിൽ അമേരിക്കൻ പ്രസിഡന്റ് കൂടുതൽ ആകൃഷ്ടനാവുകയോ അല്ലെങ്കിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു അനുമതി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിക്ക് മുതിരുമോ എന്ന് ലോകത്തിനിപ്പോൾ സംശയമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇറാൻ കീഴടങ്ങില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മാർക്കോ റൂബിയോ പറയുന്നത് ഇറാനും മറുഡോയും വളരെ വലിയ ബന്ധമായിരുന്നുവെന്നും ഹിസ്ബുള്ളക്ക് പടിഞ്ഞാറൻ അർദ്ധഗോളങ്ങളിൽ അവർക്ക് അടിത്തറ പാകുവാൻ മഡുറോ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതുപോലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ ഒരു പരിധിവരെ ശക്തി കുറച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഇറാന്റെ ഏറ്റവും സഖ്യരാജ്യങ്ങളിൽ ഒന്നായ വെനിസ്വേലയും ഇപ്പോൾ ശക്തി കുറക്കുവാനും കീഴ്പ്പെടുത്തുവാനും അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. റഷ്യ ഒരു ഭാഗത്ത് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാനാഭാഗത്ത് നിന്നും ഇറാനെ കീഴ്പ്പെടുത്തുവാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് വരികയാണോ ഈ ബെന്യാമിൻ നെതന്യാഹുവും ട്രംപും എന്ന സംശയത്തിലാണ് ലോകത്തെ അനലിസ്റ്റുകൾ ഉള്ളത്. എന്നിരുന്നാലും ആണവ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. യുദ്ധസമയത്ത് ഖമനേയിയെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിരുന്നുവെന്നും അന്ന് ലഭിക്കാഞ്ഞിട്ടാണെന്നും ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് കഴിഞ്ഞ യുദ്ധസമയം കഴിഞ്ഞ ജൂണിൽ നടന്ന, നേരത്തെ ഞാൻ പറഞ്ഞ 12 ദിവസത്തെ യുദ്ധസമയത്ത് ഖമനേയിയെയും അതുപോലെ തന്നെ മറ്റു വലിയ ഉദ്യോഗസ്ഥരെയും ഒക്കെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്നും അന്നത് സാധിക്കാതെ പോയെന്നും ഇസ്രയേലി ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഏത് വിധേനയും ഇറാനിൽ ഭരണ അട്ടിമറി നടത്തണമെന്നും ഇറാനിലെ ഇപ്പോഴത്തെ ആയത്തുള്ള അലി ഖമേനിയെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കണമെന്നുമുള്ള പദ്ധതി ഈ ഇസ്രയേലിനും അതുപോലെ തന്നെ അമേരിക്കക്കും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു വെനീസ്വേലൻ മോഡൽ ഇറാനിൽ പയറ്റുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം തന്നെ കൂടുതൽ ഒരുക്കങ്ങൾ ഒരുങ്ങുവാനും ഈ ഒരു വിഷയത്തെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും ഇറാന് സമയം ലഭിച്ചു എന്നുള്ളത് മറ്റൊരു വിഷയവും കൂടിയാണ്. 2003 ഇറാഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം തന്നെ ഇറാഖിനെ കീഴ്പ്പെടുത്തി അമേരിക്കയുടെ വലയത്തിലാക്കിയതിന് ശേഷം തന്നെ അടുത്തത് ഇറാൻ ആയിരിക്കും, അതെപ്പോഴായിരിക്കുമെന്ന് പ്രവചിച്ച ലോകത്തെ അനലിസ്റ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഈ സമയമാണോ എന്ന് ഇപ്പോൾ ചിലർ സംശയിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വിഷയം. ഏതായാലും എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം. തൽക്കാലം വിട, വീണ്ടും കാണാം.